ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. എല്ലാവരും നവരാത്രി വ്രതം എടുക്കണില്ലേ? ഞങ്ങളും വ്രതത്തിലാണ്. മുടങ്ങാതെ എടുക്കുന്ന ഒരു വ്രതം എന്ന് പറയുന്നത് ഈ നവരാത്രി വ്രതമാണ്. ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ത്യജിച്ചിട്ട് എടുക്കുന്ന, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വ്രതം എന്ന് പറയുന്നത് നവരാത്രി വ്രതമാണ്. ലാസ്റ്റ് ഇയറും അതുപോലെ തന്നെയായിരുന്നു. അതിൻ്റെ നന്മ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഭഗവതി നല്ലോണം തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും പറയുക, നിങ്ങളും ആ ഭഗവതിയെ 9 ദിവസം ത്യാഗമനോഭാവത്തോടു കൂടി പൂജിക്കുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ത്യജിച്ചിട്ട് നമ്മൾ വ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. മഹാലക്ഷ്മിയെ പൂജിക്കുക, ദേവിയെ ആരാധിക്കുക എന്നൊക്കെ പറയണത് ധനത്തിനോ സുഖ സൗകര്യങ്ങൾക്കോ വേണ്ടി മാത്രമല്ല. ഭഗവതി അൾട്ടിമേറ്റ് നമുക്ക് മുക്തി നൽകുന്ന ആളാണ്. മോക്ഷം നൽകാൻ ഭഗവതിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഭഗവാന്റെ തന്നെ അന്തർലീനമായിട്ടുള്ള ശക്തിയാണ് ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭഗവതിയെ നമ്മൾ തീർച്ചയായിട്ടും ഉപാസിക്കണം, ആരാധിക്കണം. പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നാളെ പഞ്ചമിയാണ്. ശരിക്കും ഇന്ന് രാവിലെ 9:30 തൊട്ടിട്ട് പഞ്ചമി തിഥി ആരംഭിക്കും. അപ്പോൾ പഞ്ചമി പൂജ ചെയ്യുക, ഈ നവരാത്രിയിൽ പഞ്ചമി പൂജ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. ഭഗവതിയുടെ സാന്നിധ്യം അത്രമാത്രം നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ സാധിക്കുന്ന ആളുകൾ മുടങ്ങാതെ പഞ്ചമി പൂജ ചെയ്തോളൂ. അത് നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകും. അപ്പോൾ ഇന്ന് ചെയ്യുന്നവർക്ക് ഇന്ന് സന്ധ്യയ്ക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ചെയ്യാൻ സാധിക്കാത്തവർക്ക് നാളെ. സൂര്യോദയത്തോടു കൂടി വരുന്ന പഞ്ചമി എന്ന് പറയുന്നത് നാളെയാണ്. ഞങ്ങൾ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നാളെയാണ് ഞങ്ങൾ പൂജ ചെയ്യുക, നാളെ രാവിലെയാണ്. അപ്പോൾ നാളെ ചെയ്യുന്നവർക്ക് നാളെ ചെയ്യാവുന്നതാണ്, രാവിലെ ചെയ്യണമെന്ന് മാത്രം. അല്ലാത്തവർക്ക് ഇന്ന് സന്ധ്യയ്ക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുടങ്ങാതെ ആ ഭഗവതി പൂജ ചെയ്ത് ആ ഭഗവതിയെ ആരാധിച്ച് മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി ഭഗവതി സംരക്ഷിക്കട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.